നമസ്കാരം, ഞാൻ ഷിനു സുരനാരായണൻ. നമ്മളെ ഏറെ ഇപ്പോൾ എല്ലാവരുടെയും മലയാളികളുടെ ഒരു പ്രിയങ്കര പൊറോട്ട കഴിഞ്ഞാൽ അടുത്തൊരു ഭക്ഷണം കുബൂസാണ്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിനാവശ്യമായത് കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ എന്താണ് കുബൂസ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ കൂടെ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ്സ് കം. നമ്മൾക്ക് ഇതിനാവശ്യമായത് 1.5 സ്പൂൺ പഞ്ചസാര, ഈസ്റ്റ് 1 സ്പൂണ്, ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം, അതായത് ഇളം ചൂടുവെള്ളമാണ് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ കറക്റ്റായി നടക്കില്ല. ഒന്ന് ഇളക്കി വയ്ക്കുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മളതിനെ ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുക, ഇരിക്കട്ടെ. നമ്മളിതുണ്ടാക്കാനായി മൈദാ മാവ് ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഞാൻ 200 ഗ്രാം എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിടുക, പാകത്തിന്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നമ്മളിതിനെ ഒന്ന് കലർത്തി വിടുക. ഏകദേശം ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇനി അതിന് ശേഷം നമ്മളിവിടെ ഈസ്റ്റ് റെഡിയാവാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ പതഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഈസ്റ്റ് കലക്കിയ ഈ വെള്ളത്തിൽ ഇതിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി കുഴയ്ക്കുക. വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വെള്ളം പോരാന്ന് തോന്നുന്നുണ്ട്, ഒരുപാട് ആഡ് ചെയ്തത് കുറച്ചായിട്ട് ആഡ് ചെയ്യുക. നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ആ പരുവത്തിലേക്ക് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല 10 മിനിറ്റോളം ഇത് കുഴച്ചാലേ നമ്മൾക്ക് നല്ല സ്മൂത്തായി വരുള്ളൂ. മാവ് റെഡി ആയിരിക്കുകയാണ്. ഇതുണ്ടോ. ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് അതിലേക്ക് നല്ലൊരു തുണി എടുത്ത് മൂടി വയ്ക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന 2 മണിക്കൂർ മുമ്പെങ്കിലും മാവ് കുഴച്ച് വെച്ചിരിക്കണം. ഭയങ്കര സ്മൂത്തായിരിക്കണുണ്ടോ. നമുക്കിതിനെ എടുത്ത് ഒന്ന് കുഴച്ചിട്ട് നമുക്ക് നമ്മുടെ കുബൂസിന് ആവശ്യമായിട്ടുള്ള ഉരുളകളായി വെച്ചിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചപ്പാത്തി കല്ലെടുത്ത് നമുക്കതിനെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി കല്ലിൽ ലൈറ്റായിട്ട് മാവ് ഇട്ടിട്ട് നമ്മൾ ഓരോ ഉരുളയായിട്ട് നമ്മൾ പൂരിക്ക് പരത്തുന്ന പോലെ ഒരുപാട് ഇതാകാനും പാടില്ല, ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഒരുപാട് നൈസാവാനും പാടില്ല. ഒരുപാട് തിന്നാവാൻ പാടില്ല, കുറച്ച് കട്ടിയൊക്കെ വേണം. ഈ കട്ടിയൊക്കെ വേണം, ഈ കട്ടിയെങ്കിലും മിനിമം വേണം കേട്ടോ. തവ വയ്ക്കുക. തവ ഇത്തിരി ചൂടായ ശേഷം നമുക്ക് ഇത് ഇട്ട് കൊടുക്കുക. ചെറിയ ബബിൾസൊക്കെ വരുന്നത് കണ്ടോ. ഇതങ്ങനെ ഈ ബബിൾസ് ഇതേ വരുന്ന കുറച്ചുകൂടെ വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിനെ എടുത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നേരെ വരുന്ന സമയത്ത് നമുക്കിതിനെ മറിച്ചിടുക. ഇതായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ കറക്റ്റായി വെന്ത് വരണം. നമ്മുടെ കുബൂസ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളിന്ന് കുബൂസും മയോണൈസുമാണ് ചെയ്തിരിക്കുന്നത്. മയോണൈസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ്. ടേസ്റ്റ് നോക്കാം.
അടിപൊളി കേട്ടോ. ഇത് ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വയ്ക്കുക. സ്റ്റേ ട്യൂൺ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക, എന്നാലേ മയണൈസിൻ്റെ വീഡിയോസ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ എം ഷിനു Suryanarayanan signing off.